कल मुझे पकड़ के जेल में डाल देंगे, विजयन साहब को पकड़ के जेल में डाल देंगे, स्टेलिन साहब को पकड़ के जेल में डाल देंगे, सीतारमैया साहब को पकड़ के जेल में डाल देंगे, सुखविंदर जी को, किसी भी को भी पकड़ के जेल में डाल देंगे और सरकार गिरा देंगे। किसी को शांतिपूर्वक तरीके से प्रोटेस्ट भी नहीं करने देते। मोदी तेरी तानाशाही, मोदी तेरी तानाशाही। मेरा जीवन देश के लिए समर्पित है, चाहे अंदर हो या बाहर। ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ നീതിപൂർവമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ഇത് ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. ഈ കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ള സമയത്ത് ജൂൺ 4 തീയതി വരെ ഏത് രാഷ്ട്രീയക്കാരനെയോ രാഷ്ട്രീയ പാർട്ടിയുടെ എതിരെ ഇങ്ങനെ ആക്ഷൻ എടുക്കുന്നത് ശരിയാണോ എന്നാണ് എൻ്റെ ചോദ്യം. തലകുനിക്കുകയോ തകർക്കപ്പെടുകയോ ചെയ്യുക, അധികാരം എതിരാളികൾക്ക് മുന്നിൽ വെക്കുന്ന രണ്ടേ രണ്ട് സാധ്യതകൾ. സാമ്രാജ്യങ്ങൾ പടയെടുത്തു വരുമ്പോൾ പാതിപ്പേർ പലായനം ചെയ്യും, മീതിപ്പേർ സാമന്തരാകും, ഇനി ചിലർ പൊരുതി നോക്കും. അങ്ങനെ ഒരു പോരാട്ടത്തിന് രാജ്യം സാക്ഷിയാവുകയാണ്. 7.5 പതിറ്റാണ്ടിന്റെ സ്വാതന്ത്ര്യാനന്തര ചരിത്രമുണ്ട് ഈ മഹാരാജ്യത്തിന്. ഒറ്റ രാത്രി കൊണ്ട് ആ ചരിത്രത്തിലൊരു കറുത്ത ഏട് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചരിത്രത്തിലാദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കെ അറസ്റ്റിലായിരിക്കുന്നു. രാജ്യം പൊതു തിരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന്റെ പാളയത്തിലേക്ക് അതിരുകടന്നൊരു സർജിക്കൽ സ്ട്രൈക്ക് നടക്കുകയാണോ കേന്ദ്ര സർക്കാർ? അടുത്തതു നീ എന്ന് ശേഷിക്കുന്നവർക്ക് നേരെ ഭയത്തിന്റെ ചാട്ട നീട്ടുകയാണോ? പോയ നാളുകളിൽ ഒന്നിലാണ് ഈ രാജ്യമാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നതൊരു പൊളിവചനമാണെന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞത്. പോയ രാത്രി അതിന് സാക്ഷ്യം പറയുകയാണോ? ജനാധിപത്യം ED കൂട്ടിലോ? കേജ്രിവാളിന്റെ അറസ്റ്റ് അനീതിയോ? ED കേന്ദ്രത്തിന്റെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റോ? പ്രതിപക്ഷം ഭയന്നു ജീവിക്കണോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം എന്ന വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ BJP-യിൽ നിന്ന് ശ്രീ യുവരാജ് ഗോകുൽ, ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ശ്രീ നവീൻ ജി നാദമണി, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് K അനിൽകുമാർ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മനീഷ് സിസോദിയയ്ക്കും സഞ്ജയ് സിംഗിനും പിന്നാലെ അറസ്റ്റിലായിരിക്കുന്നത് സാക്ഷാൽ അരവിന്ദ് കെജ്രിവാളാണ്. അഴിമതി ആരോപണങ്ങൾ അത് ആർക്കെതിരെയുണ്ടായാലും അത് അരവിന്ദ് കെജ്രിവാളിനെതിരെയാകുമ്പോൾ ഒറ്റ പതിറ്റാണ്ട് കൊണ്ട് കാലം കടകം പറഞ്ഞൊരു കൗതുകവുമുണ്ട് എന്നതിരിക്കലും അന്വേഷിക്കപ്പെടേണ്ടതാണ്. അഴിമതി ആരോപണവും അന്വേഷണവുമല്ല, അതിനപ്പുറം അതിൻ്റെ രാഷ്ട്രീയവും രാഷ്ട്രീയ ലക്ഷ്യവുമാണ് രാജ്യം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത്. അതിഥികളിലേക്ക് പോകാം. ശ്രീ യുവരാജ് ഗോകുൽ, നിർജീവമായ ജനാധിപത്യത്തെ സൃഷ്ടിക്കാനുള്ള ഭീരുവായ ഏകാധിപതിയുടെ ശ്രമം, തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാർ അറസ്റ്റിലാകുന്നു, ഫാഷിസ്റ്റ് സർക്കാർ അതിന് സാധ്യമായ ഏറ്റവും വലിയ കുഴിയിലേക്ക് ആഴത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. എന്താണ് ജനാധിപത്യത്തിന് ഈ നാട്ടിലുള്ള ഭാവി എന്നു തുടങ്ങിയതാണ് വിവിധ പ്രതിപക്ഷ സംഘടനകളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ നിങ്ങൾക്കെതിരെയുള്ള കുറ്റപത്രം. അതായത് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മദ്യനയ കേസിൽ EDയുടെ അറസ്റ്റിലാകുമ്പോൾ അത് അദ്ദേഹം നടത്തിയ അഴിമതിയുടെ പേരിലുള്ള അറസ്റ്റ് എന്നതിനപ്പുറത്ത് നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങളുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പ്രതിപക്ഷം പരിഹസിക്കുന്ന ED നടപ്പിലാക്കിയ രാഷ്ട്രീയ തന്ത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എന്നുള്ളതാണ് പ്രതിപക്ഷ ചേരി ഒന്നാകെ വിമർശിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ വിമർശിക്കപ്പെടുന്നു? അവർക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിപക്ഷം ഒരു മുന്നണി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ടല്ലോ, ഇന്ത്യ എന്ന പേരിട്ടിട്ട്. ഈ ഇന്ത്യ മുന്നണി ഒരു അഴിമതി മുന്നണിയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവാണ് ഈ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അകത്തു പോയിരിക്കുന്നത്. നോക്കണം, ഒരു അഴിമതി കേസിൻ്റെ പേരിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് ഒന്നിലധികം രാഷ്ട്രീയ പാർട്ടികളുടെ സമുന്നതരായ നേതാക്കൾ അകത്തു പോകുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇന്ത്യ ചരിത്രത്തിൽ അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ട് മാത്രം ഉത്തരേന്ത്യയിലിരിക്കുന്ന തലസ്ഥാനത്തിരിക്കുന്ന ഡൽഹിയിലെ മുഖ്യമന്ത്രിയും ഇങ്ങ് സൗത്ത് ഇന്ത്യയിലിരിക്കുന്ന തെലങ്കാനയിലെ മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുവിൻ്റെ കുടുംബവും ഇവർ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ടൊരു നെക്സസ് ഉണ്ടാക്കിയിട്ട് ഒരു അഴിമതി നടത്തിയിരിക്കുകയാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഇതല്ലാതെ പിന്നെ എന്താണ് ആരോപിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ട് ഒരു മുന്നണി ഉണ്ടാക്കുകയും ആ മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് പുതിയ തരത്തിലുള്ള അഴിമതികളുടെ മേഖലകൾ കണ്ടെത്തുകയുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പ്രതിപക്ഷം നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരതുകൊണ്ട് അവരുടേതായ നിലയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അതിനകത്ത് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ അധ്യക്ഷൻ, മുൻ അധ്യക്ഷന്മാർ, പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ചേർന്നൊരു വാർത്താ സമ്മേളനം വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് ഫണ്ടില്ല, ഞങ്ങളെ തകർക്കുകയാണ് രാഷ്ട്രീയമായി എന്നാണ്. ഒരു പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് കയ്യിൽ 5 കാശ് എടുക്കാനില്ലാത്ത വിധം അവരെ സാമ്പത്തികമായി തകർത്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ രാത്രിക്ക് രാത്രി ഈടി ചെന്ന് അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ പ്രതിപക്ഷ നിരയെ ആകെ നിങ്ങളങ്ങ് കയറി ആക്രമിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ പരാതി. വിഷയങ്ങളെ അതിന്റെ മെറിറ്റിൽ വേണം ചർച്ച ചെയ്യാൻ. അവരുടെ അക്കൗണ്ട് മരവിപ്പിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിന് ടെക്നിക്കലി എന്താണ് ഇഷ്യൂ എന്ന് അവർ നോക്കി അതിനെ മറികടക്കാനുള്ള എന്താണോ ചെയ്യേണ്ടത് അതിൻ്റെതായ കൃത്യമായ പ്രോസസ്സിൽ പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് മരവിപ്പിച്ചത് പിന്മാറ്റപ്പെടും. അത് ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടല്ല ഏതെങ്കിലും ഒക്കെ ആൾക്കാരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അവർ കോടതിയിൽ പോയല്ലോ, എന്നിട്ട് എന്ത് സംഭവിച്ചു? അവരുടേതായ ഡ്യൂ പ്രോസസ്സിൽ പോട്ടെന്നെ അതിൻ്റെ ഇത് ഈ വിഷയങ്ങളെ എല്ലാത്തിനെയും കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഒന്നാക്കി പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് വിഷയമെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ മെറിറ്റിൽ നിന്നിട്ട് വേണം ചർച്ച ചെയ്യേണ്ടത്. അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളതാണ് പ്രശ്നം. ഈ രാജ്യത്തെ കോടതികളിൽ നിന്നോ ഏജൻസികളിൽ നിന്നോ അന്വേഷണ വ്യവസ്ഥയിൽ നിന്നോ നീതി കിട്ടുന്നില്ല എന്ന് പ്രതിപക്ഷം വിലപിക്കുകയാണ്. അതായത് ഗ്രൗണ്ടില്ലാതെയാണ് പ്രതിപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോടോ നീതി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ രാജ്യം ഭരിക്കുന്നതും ഒരു രാജ്യത്തെ സംവിധാനം നിലനിൽക്കുന്നതും. അത് ജനങ്ങളോട് നീതി പുലർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് അന്യായമായി അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുക്കുക, അതാണ് നീതി എന്ന് ആരാണ് എവിടെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? അവരോട് അഴിമതി കാണിക്കുന്നത് നിർത്താൻ പറയുന്നേ. ഇവിടെ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു അഴിമതി കേസിലാണ്. അത് ഞങ്ങൾ മാത്രമല്ലല്ലോ പറയുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ ഗുരുവായ അണ്ണാ ഹസാരെ ഇന്ന് എന്താണ് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്? അരവിന്ദ് കെജ്രിവാൾ സ്വയം കുഴിച്ച കുഴിയിലാണ് ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. അയാൾ സ്വയം കൃതാനർത്ഥമാണ്. അയാളുടെ കർമ്മത്തിന്റെ ഫലമാണ് അയാൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഗുരുവായ അണ്ണാ ഹസാരെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമേ ഞങ്ങൾക്കും പറയാനുള്ളൂ. അരവിന്ദ് കെജ്രിവാൾ സ്വയം കുഴിച്ചൊരു കുഴിയാണ്, അഴിമതിയുടെ കുഴിയാണ്. അതിനകത്ത് അദ്ദേഹം ഇറങ്ങിയിട്ട് കാലം കുറയായി. അദ്ദേഹത്തിന്റെ മാൻ ഫ്രൈഡേ ആയിരുന്നു, അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരിയായിരുന്ന മനീഷ് സിസോഡിയ ഇതേ കേസിൽ അകത്ത് പോയിട്ട് കാലങ്ങളായി. ഇതേവരെ അദ്ദേഹത്തിന് ജാമ്യം പോലും ലഭിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ, ഇന്ത്യ രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സമുന്നതനായ നേതാവ്, അതും ഉപമുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ, ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തെ പോലെ ഒരാൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ആരോപിക്കപ്പെട്ടിരിക്കുന്ന ചാർജസ് വീക്കാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ കൊണ്ട് ഇറങ്ങി വരുന്നത് നമ്മൾ എത്രയോ കണ്ടതാണ്. പക്ഷേ അദ്ദേഹം ഇതുവരെ ഇറങ്ങാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഞാൻ ഈ പറയുന്നതെല്ലാം പ്രതിപക്ഷം ആരോപിക്കുന്ന കാര്യങ്ങളാണ് ശ്രീ യുവരാജ് ഗോകുൽ. അതായത് എന്തുകൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യത ഉണ്ടാകേണ്ട ദേശീയ അന്വേഷണ ഏജൻസികൾ ഒരാളെ ഒരു അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് നിയമത്തിന്റെ വഴിക്ക് എന്ന് വിശ്വസിക്കാതെ പ്രതിപക്ഷ ചേരി ഒന്നാകെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന് വലിയ തോതിൽ ആരോപിക്കുന്നത്? കാരണം അത് ആ ഇഡിക്ക് നഷ്ടപ്പെടുന്ന വിശ്വാസ്യത. എനിക്ക് മനസ്സിലായി, അത് ഇഡിയുടെ വിശ്വാസ്യതയുണ്ടോ വിശ്വാസ്യത ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടത് ഇവർക്കെതിരായിട്ട് തെളിവുകളുണ്ടോ തെളിവുകളില്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ മുഴുവൻ പ്രസംഗിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുവെന്നും ഭരണപക്ഷത്തിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഒരുപോലെ അഴിമതി ചെയ്യുന്നു എന്നും ഇവർ പരസ്പരം കുടപിടിക്കുന്നുവെന്നും ഈ സിസ്റ്റത്തിനെ പൊളിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മുമ്പോട്ട് വരുന്നതുമെന്നുമാണ് അരവിന്ദ് കെജ്രിവാൾ അവകാശപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ആർക്കൊക്കെ എതിരെയാണോ അദ്ദേഹം സംസാരിച്ചത് അവരുടെ ഒക്കെ ഒപ്പം പോയി അദ്ദേഹം ചേരുകയും മുന്നണി ഉണ്ടാക്കുകയും ചെയ്തു. നമ്മുടെ ഈ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പ്ലേ ചെയ്തൊരു വീഡിയോ ഉണ്ടല്ലോ, അതിനകത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗം എന്താണ്? അദ്ദേഹം പ്രതിപക്ഷ ചേരിയിലെ നേതാക്കളെ ഒന്നൊന്നായിട്ട് പേരെണ്ണി അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും, നമ്മളെല്ലാവരും പ്രശ്നത്തിലാണ് എന്നുള്ള കാര്യത്തിൽ. 10 വർഷങ്ങൾക്ക് കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു മനുഷ്യന്, ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റിൽ നിന്നും ഒരു
പൊളിറ്റിക്കൽ ലീഡറായി മാറിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ പരിവർത്തനം എന്താണെന്നുള്ളത് ഈ തലമുറയിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് പഴയൊരു തലമുറ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യമല്ല. നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് പറഞ്ഞത് ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഹാൻഡ് ഇൻ ഹാൻഡ് പ്രവർത്തിക്കണം. കുറ്റപത്രത്തിൽ പരാമർശമുണ്ട് എന്നാണ് ED മുന്നേറ്റുവെക്കുന്ന ഏറ്റവും വലിയ വാദം എന്ന് പറയുന്നത്. കുറ്റപത്രത്തിൽ പല അദ്ദേഹത്തിനെതിരെ പരാമർശമുണ്ട് എന്നുള്ളതാണ് ED കോടതിയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെതിരായ കുറ്റങ്ങളൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുതയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. 10 വർഷം കൊണ്ട് അദ്ദേഹത്തിനുണ്ടായ വാക്കുകളിലെ മാറ്റം മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഈ പറയുന്ന നയരൂപീകരണത്തിലും നയത്തിലും പെരുമാറ്റത്തിലും ഒക്കെ മാറ്റമുണ്ടാകും. അത് മാത്രമല്ല, അദ്ദേഹം 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ വലിയ നേതാവായ ആം ആദ്മി പോലെ എവിടെ നിന്നുമല്ലാതെ പൊട്ടിമുളച്ചുണ്ടായ ഒരു പാർട്ടി ഇത്രയും വലിയ സ്ഥാനത്തേക്ക് വന്നപ്പോൾ അതിനെതിരെ രാഷ്ട്രീയമായ കരുനോക്കമുണ്ട് എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. അത് നിങ്ങളുടെ ഭാഷയിലല്ല എന്നത് മാത്രം. ശരി, ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ വരാം. ശ്രീ ജിൻഡോ ജോൺ, ഡൽഹി മദ്യനയ അഴിമതി കേസ്, ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ, അതിനുശേഷം സഞ്ജയ് സിംഗ്, അതിനുശേഷം കവിത, ഈ അറസ്റ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. അപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകേണ്ടതില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് BJP ചോദിക്കുന്നത്. അദ്ദേഹം ചെയ്ത അഴിമതിയുടെ പേരിൽ ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രി അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അറസ്റ്റിലാകണ്ടേ എന്നുള്ളതാണ് BJPയുടെ വാദം. മാധു, നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകുന്നതിന് നമ്മൾക്കൊരു തടസ്സവും ഇല്ല. പക്ഷേ നിയമം സംഘപരിവാറിൻ്റെ വഴിക്കും നരേന്ദ്രമോദിയുടെ വഴിക്കും BJP ഇച്ഛിക്കുന്ന വഴിക്കും പോകുമ്പോഴാണ് നമ്മളെല്ലാവരും ഇന്ത്യയിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വരുന്നത്. ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നത് നീതി കൊടുക്കാൻ വേണ്ടി, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നീതി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നീതി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല BJP ഭരിക്കുന്നതെന്നാണ്. പക്ഷേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ, BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇന്ത്യയിലെ പൊതുജനങ്ങളുടെ അഭിപ്രായം, പൊതുജനങ്ങളുടെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ അഭിപ്രായപ്രകാരം അവരുടെ ഇച്ഛപ്രകാരം പ്രവർത്തിക്കുന്ന സംഘടനകളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന നീതി രാഷ്ട്രീയ നേതാക്കന്മാർക്കും അതിൽ ഉൾപ്പെടുന്നല്ലേ. രാഷ്ട്രീയ നേതാക്കന്മാരും പൊതുപ്രവർത്തകരും എന്താ ഈ 142 കോടി ജനങ്ങളിലും ഇന്ത്യയുടെ പൗരന്മാരിലും പെടാത്ത ആളുകളാണോ? നീതി എല്ലാ മനുഷ്യർക്കും കൊടുക്കേണ്ടതാണ്, അത് ഉറപ്പ് കൊടുക്കേണ്ടതാണ്. അത് ഈ ഇലക്ഷൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു അറസ്റ്റ് നടത്തുമ്പോൾ ഞാൻ ഇതിൽ കാണുന്ന ഒരു പൊളിറ്റിക്സ് വേറെയാണ്. ഇന്നലെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ സുപ്രീം കോടതിയിൽ SBI കൊടുക്കുന്നു, അത് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യയുടെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തിടുക്കപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വിഷയങ്ങൾ മുഴുവൻ കേജ്രിവാളിൻ്റെ അറസ്റ്റിലേക്ക് വഴിമാറ്റപ്പെടുകയാണ്. ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒക്കെ വഴിമാറ്റിയിട്ട് ഇവരുടെ ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും സംഘപരിവാറിൻ്റെ ഈ സ്വേച്ഛാധിപത്യ നടപടി, ഫാസിസ്റ്റ് നടപടിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെ മഹാരാഷ്ട്രയിലെ നാരായൺ റാണയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വലിയ ആക്ഷേപമായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങൾ. അദ്ദേഹം BJPയിൽ ചേർന്നപ്പോൾ ഒരു ആക്ഷേപമില്ല, അന്വേഷണമില്ല. NCPയിലെ അജിത് പവാർ BJPയുമായിട്ട് കൂട്ടുകൂടിയപ്പോൾ അദ്ദേഹത്തിനെതിരെ അന്വേഷണമില്ല, ആക്ഷേപമില്ല. ആസാമിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കടക്കം BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയിട്ടുണ്ട്, അഴിമതിക്കാരനായി എന്നുള്ള ആക്ഷേപം നിരന്തരം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കൽ പോലും പറയുന്നില്ല. റീത്ത ബഹുഗുണ ജോഷി എന്ന് പറഞ്ഞ UPയിലെ കോൺഗ്രസിൻ്റെ PCC പ്രസിഡന്റ് ആക്ഷേപം ഉണ്ടായിരുന്നു. ഇന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ മിണ്ടുന്നില്ല. ബംഗാളിലെ സുവേന്ദു അധികാരിയെ കുറിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടാണ് ചിട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. ഇന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നില്ല. മുകുൾ റോയിയെ കുറിച്ചിട്ട് ഇങ്ങനെ 100 കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. കഴിഞ്ഞ 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ എടുത്ത കേസുകൾ നോക്കിയാൽ അതിൻ്റെ 400 ഇരട്ടിയാണ് മോദി ഭരിക്കുന്ന ഈ 2014 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ EDയുടെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടെടുത്തിരിക്കുന്നത്. ED റെയ്ഡുകളെ കുറിച്ച് നോക്കിയാൽ നമ്മൾ 2555% വർധനമാണ്. ഇവർ എത്ര കേസിലെ കൺവിക്ഷൻ റേറ്റ് എന്ന് നമ്മൾ അറിയണ്ടേ? 0.42% മാത്രമാണ്. അതായത് 200 കേസിൽ ഒരു കേസ് പോലും ശിക്ഷിക്കപ്പെടുന്നില്ല. കാരണം തെളിവുകളില്ല. ആരെങ്കിലും ഏതെങ്കിലും BJP നേതാക്കന്മാർ പറയുന്ന കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം എന്ന് പറഞ്ഞു കൊണ്ടുപോയി പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടയാടുന്ന സംവിധാനത്തിന്റെ പേരാണ് ED ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. അഴിമതിക്കാരെ BJPയിൽ ചേർത്ത് അവരെ മാമോദിസ മുക്കി അവരെ പരിശുദ്ധരാക്കുന്ന, കാർമ്മികത്വം നടപ്പാക്കുന്ന പുരോഹിതരുടെ കടമ മാത്രമാണ് ED നടപ്പാക്കുന്നത്.
ശരി, ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇതൊക്കെ നടപ്പാക്കുമ്പോൾ ആർക്കെതിരെ അന്വേഷണം നടക്കുന്നത്? NCPക്കെതിരെ, തൃണമൂൽ കോൺഗ്രസിനെതിരെ, കോൺഗ്രസിനെതിരെ, ആം ആദ്മിക്കെതിരെ, അല്ലെങ്കിൽ DMKക്കെതിരെ, ഇങ്ങനെയുള്ള പാർട്ടികൾക്കെതിരെ അന്വേഷണം നടക്കുന്നത്. BJPയുടെ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെ അന്വേഷണം നടന്നിട്ടുണ്ടോ? ഇല്ല. 128 കേസിൽ 116 കേസുകളും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതൃനിരയിൽ നിൽക്കുന്ന നേതാക്കന്മാർക്കെതിരെയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഇതിന്റെ കാരണം എന്തൊക്കെ ഇവർ ചെയ്താലും, എത്രത്തോളം ഭിന്നിപ്പ് വിതച്ചാലും ഈ രാജ്യത്തെ ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ടാണ് ഭയത്തിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള ഒരു അന്വേഷണവും അറസ്റ്റുമാണ് എന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. പറഞ്ഞപ്പോൾ സീതാറാം യെച്ചൂരി പറയുന്നത് സമാനമായി, ജിൻഡോ ഇപ്പോൾ പറഞ്ഞ സമാനമായ അഭിപ്രായമാണ്. ദാ ഇവിടെ BJPക്കെതിരെ നിൽക്കുമ്പോൾ അഴിമതി ആരോപണങ്ങളും അന്വേഷണങ്ങളും നേരിടേണ്ടി വരുന്നവരൊക്കെ നിന്ന നിൽപ്പിൽ ഹരിചന്ദ്രന്മാരായി മാറുന്നു BJPയുടെ പാളയത്തിലേക്ക് പോകുമ്പോൾ എന്നുള്ളതാണ്. പക്ഷേ അത് അരവിന്ദ് കെജ്രിവാളിൽ ഒതുങ്ങില്ല, അത് കവിതയിൽ ഒതുങ്ങില്ല. അത് നാളെ നിങ്ങൾ എന്ന വലിയ മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ, അതായത് നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വലിയ പടയെടുത്ത് വരുമ്പോൾ സാമന്തരായി മാറിയില്ല എങ്കിൽ പിന്നെ ഇല്ലായ്മയാണ് മുന്നിലുള്ളത്. അതിലേത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്നുള്ള മുന്നറിയിപ്പും ഭയപ്പാടുമാണോ? തല എടുക്കപ്പെടുകയാണോ അതോ തല കുനിക്കുകയാണോ എന്നൊരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട മാധു ഈ ചർച്ചയിൽ ഉന്നയിച്ചത്. ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. തല കുനിക്കാൻ സൗകര്യമില്ല. ഇടതുപക്ഷത്തിന് തലയെടുക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല. ഇന്നത്തെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കെജ്രിവാളിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് PMLA കേസ് കൈകാര്യം ചെയ്യുന്ന കോടതിക്ക് ഇത്തരം കേസുകളിൽ ജാമ്യം കൊടുക്കാനാകാത്ത വിധമുള്ളൊരു നിയമനിർമ്മാണമാണ് ഈ രാജ്യത്തുള്ളത് എന്ന് വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. PMLA കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ജയിലിൽ കിടന്നുകൊണ്ട് വിചാരണ നേരിടണമെന്നാണ്. മിനിങ്ങാന്ന് സുപ്രീം കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, ED ഇങ്ങനെ കളിക്കരുത്, നിങ്ങൾ പ്രതിയെ ജയിലിലിടുക, എന്നിട്ട് വിചാരണ നീട്ടിക്കൊണ്ടു പോവുക. ഉചിതമായ കേസിൽ നിങ്ങളെ ഞങ്ങൾ പിടിക്കും എന്ന് മിനിങ്ങാന്ന് സുപ്രീം കോടതി EDക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു ഹൈക്കോടതി ജഡ്ജി EDക്ക് മുന്നറിയിപ്പ് നൽകി, അന്വേഷണം എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ വെറുതെ ഓരോ ദിവസവും വാർത്തയുണ്ടാക്കുന്നതല്ലാണ്ട് ഒരു അന്വേഷണവും നിങ്ങൾ നടത്തുന്നില്ല കരുവന്നൂരുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം എന്താണ്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ BJPയുടെ പണപ്പിരിവുകാരാണ്. ഇന്നലെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ, EDയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും CBIയും റെയ്ഡ് ചെയ്ത എത്രയോ സ്ഥാപനങ്ങൾ 3-4 ദിവസക്കാലം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ച് BJPക്ക് കൊടുത്തു. അങ്ങനെ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ച് BJPക്ക് പണം കൊടുത്താൽ ED പിൻവാങ്ങും. അപ്പോൾ ഒരിടത്ത് ED റെയ്ഡ് നടന്നാലതിനർത്ഥം അവിടെ കുറ്റം ചെയ്തു എന്നല്ല, BJPയുടെ ആഫീസിൽ പണം എത്തിയില്ല എന്നാണ്. BJPയുടെ ആഫീസിൽ പണം എത്താത്ത എല്ലാ സ്ഥാപനങ്ങളിലും ED റെയ്ഡ് നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി മരുന്ന് കമ്പനികൾ, പിന്നെ കോർപ്പറേറ്റുകൾ ഉണ്ടാക്കുന്ന ഷെൽ കമ്പനികൾ. ഇതിപ്പോൾ നമ്മൾ പുറത്തു വന്ന ഈ പറയുന്ന തട്ടിപ്പിനേക്കാൾ വലിയൊരു തട്ടിപ്പാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. PM കെയേഴ്സ് ഫണ്ട്, 12,700 കോടി രൂപയുടെ PM കെയേഴ്സ് ഫണ്ട്, ചൈനീസ് കമ്പനികളിൽ നടക്കം നരേന്ദ്രമോദിയുടെ പേരിൽ പണം വാങ്ങിച്ച പദ്ധതി. നിങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാണോ? നമ്മൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ടു. PM കെയർ ഫണ്ടിൽ നിങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാണോ? ആ പണം എന്തിനു ചെലവഴിച്ചു? എവിടെങ്കിലും വരവ് ചെലവ് കണക്കുണ്ടോ? ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അരവിന്ദ് കെജ്രിവാൾ അവിടെ നിന്ന് പണം വാങ്ങി ആ പണം കൊണ്ടുപോയി ഗോവ തെരഞ്ഞെടുപ്പിൽ വിനിയോഗിച്ചു, കള്ളപ്പണമായി. ഇതാണ് ആരോപണം. ഇവിടെ നമ്മുടെ മുമ്പിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യം നിൽക്കുന്നു. BJP കേരളത്തിൽ കള്ളപ്പണം ഉപയോഗിച്ചതാണ് കൊടകര കുഴൽപ്പണ കേസ്. അരവിന്ദ് കെജ്രിവാളിനെതിരെ മാപ്പുസാക്ഷിയുണ്ട്. ആ മാപ്പുസാക്ഷി ഡൽഹി മദ്യനയ കേസിനകത്തെ പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു. 2 കൊല്ലം മുമ്പ് അയാളെ ജയിലിൽ നിന്ന് വിടുകയാണ്. അയാൾ 50 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചു കൊടുത്തു. അയാൾ മാപ്പുസാക്ഷിയായി. അയാളുടെ വാക്കുകൾ വേദവാക്യമെടുത്തുകൊണ്ട് BJPക്കാർ EDയെ കൊണ്ട് അറസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ പറയുന്നത്, കൊടകര കുഴൽപ്പണക്കേസിലെ ധർമ്മരാജൻ മാപ്പുസാക്ഷിയായാൽ ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയും മറുഭാഗത്ത് K സുരേന്ദ്രനും ജയിലിൽ കിടക്കും, RSSകാർ ജയിലിൽ കിടക്കും. കൊടകര കുഴൽപ്പണക്കേസ് അഴിമതിയല്ലേ? കള്ളപ്പണം പിടിച്ചിട്ടില്ലേ? നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ തൻ്റെ ഇടമുണ്ട്. ഇന്നെനിക്ക് സങ്കടമുള്ളൊരു കാര്യമുണ്ടായി. ബഹുമാനപ്പെട്ട മാധുവിൻ്റെ ഇൻട്രോയിലെ ഒരു നിലയല്ല ഇന്ന് മാതൃഭൂമിയുടെ ഒരു വാർത്തയിൽ ഞാൻ കണ്ടത്.
കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരുന്നു, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു. ആ ചർച്ചയെക്കുറിച്ച് എന്താ പറഞ്ഞത്? കരുവന്നൂർ കേസിലെ ആരോപണ വിധേയരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അന്തസ്സില്ലാത്ത പണിയല്ലേ അത്? കരുവന്നൂർ കേസും MK കണ്ണനുമായിട്ട് എന്താ ബന്ധം? കരുവന്നൂർ കേസും AC മൊയ്തീനുമായിട്ട് എന്താ ബന്ധം? MM വർഗീസുമായിട്ട് എന്താ ബന്ധം? മിണ്ടരുത് എന്ന് ആര് പറഞ്ഞാലും അതിന് മിണ്ടരുത് എന്ന് തന്നെയാണ് അർത്ഥം. MK കണ്ണൻ, AC മൊയ്തീൻ ഇവരൊക്കെ EDയുടെ അന്വേഷണ പരിധിയിലുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് അവരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അത്തരത്തിലൊരു വാർത്ത വന്നത്. വാർത്ത കൊടുക്കുക എന്ന് പറയുന്നത് വാർത്ത വരുമ്പോൾ കൊടുക്കുക എന്ന തൊഴിൽ ചെയ്യുന്നതിന്റെ ഭാഗമായാണ്. വാർത്ത വരുമ്പോൾ കൊടുക്കാതിരിക്കുകയല്ല ഇവിടുത്തെ പണി എന്ന് മാത്രം ഞാൻ അങ്ങോട്ടൊന്ന് പറഞ്ഞു പോകുന്നു. ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം. ശ്രീ അല്ലല്ല അങ്ങനെ പറയണ്ട, അങ്ങനെ പോകണ്ട എനിക്ക് മറുപടി പറയാം. ഞാൻ പറയാം. ഇതിലെന്താ വാർത്ത? CPM-ന്റെ നേതാക്കന്മാർ MK കണ്ണനെതിരായിട്ട് നിങ്ങൾക്ക് തെളിവുണ്ടോ? ഞങ്ങൾക്ക് തെളിവുണ്ട് എന്നാണോ പറഞ്ഞത്? EDയുടെ അന്വേഷണ ഒരു തെളിവില്ല. ഞാൻ ഒരു കാര്യം പറയാം. എന്താണോ ഈ ചർച്ചയിൽ BJP ആവശ്യപ്പെടുന്നത് അതാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അല്ലല്ല, ഇന്ന് പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ചർച്ചയിൽ തുടരണമെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അങ്ങ് കേൾക്കൂ. അങ്ങേ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യം അങ്ങ് കേൾക്കൂ. ഒറ്റ കാര്യം മറുപടി അല്ല ഇത്. ഒറ്റ കാര്യം പറയട്ടെ. പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അറസ്റ്റിലായിരിക്കുന്ന ദിവസം 1 മണിക്കൂർ ഒരു പ്രൈം ടൈമിൽ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെ ആ വിഷയത്തെ ഡൈവേർട്ട് ചെയ്തു പോകണം എന്നുള്ളതാണോ അങ്ങ് എതിരിടുന്നു എന്ന് പറയുന്ന BJP ആഗ്രഹിക്കുന്നത്? അതാണ് അങ്ങ് ചെയ്യുന്നത് എന്ന് പറയുന്നു. അങ്ങേക്ക് പൂർത്തിയാക്കാം. ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളിവിടെ മാധു പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞ തല കുനിക്കാൻ സൗകര്യപ്പെടുകയല്ല. ആരോടാ പറയുന്നത്? അത് BJP-യോടാണ്. 2, തല എടുക്കപ്പെടുക എന്ന വിധി പിണറായി വിജയനും വരികയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വരികയല്ല. അതിന് കാരണം എന്താണ്? ഞങ്ങളെ തൊടാനുള്ള ഒരു സാധനം EDയുടെ കയ്യിൽ ഇല്ലെന്ന്. മുഖ്യമന്ത്രിയെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തൊടാനുള്ള ഒരു സാധനം ഒരു EDയുടെ കയ്യിലും ഇല്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമില്ല എന്നാണ് പറയണത്. അത് BJP-ക്ക് എതിരായിട്ടില്ല പറഞ്ഞത്. BJP-ക്കാരോട് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കാൻ പറയുന്നത്. പക്ഷെ പ്രശ്നമല്ല, നിങ്ങൾ ഇന്ന് ഇൻട്രോയിൽ അവതരിപ്പിച്ച വികാരത്തിലാണോ നിങ്ങളുടെ മാധ്യമ റിപ്പോർട്ടിങ്? കരിവന്നൂരുമായി ബന്ധപ്പെട്ട് എത്ര കൊല്ലമായി ED കളിച്ചോണ്ടിരിക്കുന്നു? ഇവിടെ കരിവന്നൂരല്ല ചർച്ചാ വിഷയം. അതങ്ങ് മനസ്സിലാക്കണം. അരവിന്ദ് കേജ്രിവാളാണ് വിഷയം. ഒരു വാർത്ത അല്ല, ഇതുവരെ പല വാർത്തകളുണ്ട്, കരിവന്നൂർ അടക്കമുള്ള വാർത്തകൾ. ആ വാർത്തകൾ മുഴുവനും ഇവിടെ അവതരിപ്പിക്കണമെന്ന് അങ്ങ് വാശി പിടിച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പറയൂ. നിങ്ങൾ ആ ചർച്ചയിൽ PK ബിജുവിൻ്റെ പേര് പറഞ്ഞു. PK ബിജു കരുവന്നൂരായിട്ട് എന്താ ബന്ധം? PK ബിജു കരുവന്നൂരായിട്ട് എന്താ ബന്ധം? നിങ്ങൾ ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കുക. എന്തിനാണ് നിങ്ങൾ വ്യാജ വാർത്ത ഉണ്ടാക്കുന്നത്? നിങ്ങൾ അതുകൊണ്ട് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. EDയെ മാത്രമല്ല, EDയുടെ മുന്നാലെ കുരയ്ക്കാൻ നടക്കുന്ന വേട്ടപ്പട്ടികളെയും പേടിക്കാത്തൊരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. അതുകൊണ്ട് കുരയ്ക്കാൻ വന്നാൽ അവരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, EDയെയും EDയുടെ വേട്ടപ്പട്ടികളെയും എല്ലാം നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് പായിക്കാനുള്ള ശക്തി കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് അടുത്തത് നിങ്ങൾ എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഈ കേരളത്തിനകത്ത് തല കുനിക്കുകയില്ല, ഞങ്ങളുടെ തലയെടുക്കാൻ സമ്മതിക്കത്തില്ല. അത്രയും കരുത്ത് ഞങ്ങൾക്കുണ്ടത്. CPM-നെതിരെ മാത്രമല്ല പ്രതിപക്ഷ നിരയിലുള്ള എല്ലാ പാർട്ടികൾക്കെതിരെയുമുള്ള മുന്നറിയിപ്പാണോ എന്നൊരു ചോദ്യം മാത്രമാണ് വെച്ചത്. ഈ വിഷയം അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കരുവന്നൂരുമായുള്ള ഒരു വിഷയമുണ്ടെങ്കിൽ അതിൽ ED ഇടപെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്യും, വാർത്തയാവുകയും ചെയ്യും. അതും ഇതും തമ്മിൽ ബന്ധമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ചർച്ചയുടെ സിംഹഭാഗം അതിൽ അപഹരിക്കരുത് എന്ന് ഞാൻ വീണ്ടും അങ്ങയോട് ആവശ്യപ്പെടുകയും. ഇവിടെ വ്യാജ വാർത്തയൊന്നും ആരും കൊടുക്കുന്നില്ല. പ്രിയപ്പെട്ടതല്ലെങ്കിൽ വ്യാജം എന്ന് പറയാനുള്ള അങ്ങയുടെ അവകാശത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷെ അത് പറഞ്ഞ് അങ്ങ് എടുക്കുന്ന സമയം എവിടെ നിന്നാണ് എന്നങ്ങ് ചിന്തിച്ചാൽ മതിയെന്നേ.
അത് പറഞ്ഞു അങ്ങനെ വ്യാജ വാർത്ത കൊടുത്ത് ആക്രമിക്കപ്പെടേണ്ട ഒരാളാണോ അങ്ങയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ അങ്ങ് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങ് ആലോചിച്ചാൽ മതി, അങ്ങ് ആലോചിച്ചാൽ മതി, അങ്ങേ കേൾക്കുന്നവരും ആലോചിച്ചാൽ മതി. ശരി ശരി, ഞങ്ങൾക്ക് ആലോചിക്കാനുള്ളത് ഞങ്ങൾ ആലോചിക്കുന്നത്, നിങ്ങൾക്ക് ആലോചിക്കാനുള്ളത് നിങ്ങളും ആലോചിക്കും. അല്ലല്ല, ഇവിടെ ആർക്കും കഞ്ഞി വെക്കുന്നില്ല കേട്ടോ, ഇവിടെ ആർക്കും കഞ്ഞി വെക്കുന്നില്ല. അത് ഈടിക്കും വെക്കുന്നില്ല, പാർട്ടിക്കും വെക്കുന്നില്ല, വിളമ്പൊന്നുമില്ല. ശരി ശരി, ഇവിടെ ഒരു കഞ്ഞിയില്ല, ഉപ്പില്ല. നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ളതാണ് എന്ന് നമ്മൾ ചെയ്യുന്ന ജോലിയുമായി താരതമ്യം ചെയ്ത് മറ്റുള്ളവരുടെ ജോലി താരതമ്യം ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം വെച്ച് മറ്റുള്ളവരുടെ ജോലി താരതമ്യം ചെയ്യേണ്ടതില്ല. ഇവിടെ കഞ്ഞി ശരി, ശ്രീ ഞാനേ മാധ്യമ പ്രവർത്തകയാണ്. കഞ്ഞി വെക്കുക എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല, അത് ഞാൻ വീട്ടിൽ ചെയ്യുന്നുമുണ്ട്. പക്ഷേ അത് അതെങ്ങനെ വിളമ്പണമെന്നും എവിടെ വിളമ്പണമെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. ശ്രീ അനിൽകുമാർ, അല്ലല്ല, ഞാൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങ് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങേക്ക് പരിചയമുള്ള ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സ്വഭാവമാണ് എല്ലാ ജോലിക്കും എന്ന് വിചാരിക്കാതിരുന്നാൽ മതി. അങ്ങ് ഒന്ന് ക്ഷമിക്കണേ. ശരി, ശ്രീ നവീൻജി നാഥമണി, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഈ രാജ്യത്ത് ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും തലയെടുപ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇഡിയുടെ അറസ്റ്റിലായിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് അറസ്റ്റ് വരിക്കേണ്ടി വന്നാലും ജയിലിൽ കിടന്നാണെങ്കിലും ഞാൻ എനിക്കുള്ള ജോലി ചെയ്യും, അത് രാജ്യത്തിന് വേണ്ടി ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. BJP പറയുന്നു അദ്ദേഹത്തിന്റെ ഗുരു അണ്ണാ ഹസാരെ, അദ്ദേഹത്തെ ആരാണോ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് അദ്ദേഹം തള്ളിപ്പറഞ്ഞില്ലേ എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെ ബഹുമാനമുണ്ടാകുമോ അദ്ദേഹത്തിന്റെ ഗുരുവായ ഹസാരയ്ക്കും നേരെയും ആ ബഹുമാനം ഉണ്ടാകുമല്ലോ. ഹസാരെ തള്ളിപ്പറയുന്ന സ്ഥിതി ഉണ്ടാകുന്നത് BJPക്ക് അനുകൂലമായ സാഹചര്യമാണോ? ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ BJP ഭയപ്പെട്ടിരിക്കുന്നു. വിശ്വഗുരു തോൽക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് സത്യം. 10 വർഷം ഭരിച്ചിട്ട് ജനോപകാരപ്രദമായ ഒരു കാര്യം പോലും ഈ നാട്ടിൽ ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ പ്രതിപക്ഷത്തെ ഏത് രീതിയിലും ഇല്ലാതാക്കാനും ആക്രമിക്കാനുമുള്ള ശ്രമങ്ങളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്ന വസ്തുത. അതിനുവേണ്ടി അവർ ഏത് തന്ത്രങ്ങളോ രാഷ്ട്രീയ ഗൂഢാലോചനകളോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്ത് തരം ഗൂഢാലോചനയാണ് ഇതിനകത്ത് നടത്തുന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സർക്കാരിന് ലാഭമുണ്ടാക്കിയ ഒരു നയത്തിന്റെ പുറത്ത് അഴിമതി ആരോപണം ഉണ്ടാകുന്നത്. അതോ ഭയങ്കര വിചിത്രമായ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഒരാളെ പ്രതിയാക്കിയിട്ട് പുള്ളിയെ അറസ്റ്റ് ചെയ്യുക, മാപ്പ് സാക്ഷിയാക്കുക, എന്നിട്ട് മാപ്പ് സാക്ഷിയാക്കിയിട്ട് ആ മാപ്പ് സാക്ഷി ഓരോ സമയത്തും ഓരോ പേര് പറഞ്ഞുകൊണ്ടിരിക്കും. ആ പേരിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നേതാക്കന്മാരായിട്ട് അറസ്റ്റ് ചെയ്യുക. ഈ PMLA ആക്ട് കൃത്യമായിട്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഭരണകൂട സംവിധാനങ്ങളെ പൂർണ്ണമായിട്ട് തകർത്തുകൊണ്ട് ഒരു ഭരണമാണ് മോഡി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോഡിയും BJPയും നടത്തുന്ന ആ ഏകാധിപത്യ ഭരണത്തിനെതിരെ ചെറുത്തു തോൽപ്പിക്കാനായിട്ട് ഇന്ന് ഇന്ത്യയിൽ ശക്തനായ ഒരു നേതാവ് അരവിന്ദ് കെജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളല്ലേ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടതല്ലേ ഏത് രീതിയിലാണ് ഇവിടെ ഒരു ആള് മാപ്പ് സാക്ഷിയായിട്ട് വന്നതെന്ന് കണ്ടതല്ലേ നമ്മൾ. ഈ ഒറോബിന്ദോ ഫാർമ എന്ന് പറയുന്ന ഫാർമ കമ്പനിയുടെ ചെയർമാനായ ശരത് ചന്ദ്ര റെഡ്ഡിയെ കഴിഞ്ഞ നവംബർ മാസം 10-ാം തീയതിയാണ് അറസ്റ്റ് ചെയ്യുന്നത്. 10-ാം തീയതി അറസ്റ്റ് ചെയ്തിട്ട് 15-ാം തീയതി സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. എപ്പോഴാണ് നമ്മൾ അറിയുന്നത്? അത് ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നവംബർ 15-ാം തീയതി 5 കോടി രൂപ BJPയുടെ അക്കൗണ്ടിലോട്ട് കൊടുത്തിരിക്കുന്നു ശരത് ചന്ദ്ര റെഡ്ഡി എന്നുള്ളത്. ആ ശരത് ചന്ദ്ര റെഡ്ഡി പിന്നീട് മാപ്പ് സാക്ഷിയായിട്ട് വരുന്നു. ഓരോരുത്തരുടെ ആയിട്ട് പേര് പറയുന്നു. ആ ശരത് ചന്ദ്ര റെഡ്ഡി പറഞ്ഞ പേരിന്റെ അടിസ്ഥാനത്തിന് അപ്പുറത്തോട്ട് എന്ത് തെളിവാണ് ഇഡിക്ക് മുന്നോട്ട് വയ്ക്കാൻ? നവീൻജി, പക്ഷെ ഒരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന മാപ്പു സാക്ഷിയുടെ വാക്കുകളെ മാത്രം മുഖവിലക്കെടുക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ആ കോടതി വരാന്തയിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ എന്നറിയില്ല. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് റിമാൻഡിലേക്കാണോ എന്ന് നിങ്ങൾക്കറിയില്ല. അതാ ഒരു തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇതിലെ വിജയമല്ല, നിലവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ മോചനം എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രവർത്തനത്തെ, അതിന്റെ മുഴുവൻ സ്വാതന്ത്ര്യത്തെയും കെട്ടിയിടാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിജീവിക്കും?
BJP എത്ര ശ്രമിച്ചാലും ഇതിനെയൊന്നും അത്ര കെട്ടിയിടാൻ സാധിക്കത്തില്ല. അവരുടെ ശ്രമങ്ങൾ അതിനു വേണ്ടിയാണ്. അരവിന്ദ് കെജ്രിവാൾ അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ ഇന്ന് ആ വരാന്തയിൽ നിന്ന് തന്നെ പറഞ്ഞില്ലേ, ഈ രാജ്യത്ത് അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണെങ്കിലും ജയിലിന് പുറത്താണെങ്കിലും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. ഗാന്ധിജി എന്ന പേര് നമ്മൾ ചേർത്ത് വെക്കുന്ന അഹിംസ എന്നൊരു ആശയത്തിന്റെ പുറത്താണെങ്കിൽ, അഹിംസ എന്ന ആശയം പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഓർമ്മ വരുന്ന പേര് മഹാത്മാഗാന്ധിയുടെ ആണെങ്കിൽ, ഇനി സുതാര്യത എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ നമുക്ക് മുൻപിലോട്ട് വരാൻ പോകുന്ന പേര് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള പേരാണ്. ആ അരവിന്ദ് കെജ്രിവാളിനെ ആ സുതാര്യ രാഷ്ട്രീയം മുമ്പോട്ട് വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ജനസേവനം ചെയ്തു കൊടുത്തുകൊണ്ട് വെള്ളവും വൈദ്യുതിയും സ്ത്രീകൾക്ക് യാത്രയും വാർദ്ധക്യത്തിൽ തീർത്ഥാടന യാത്രകളും സൗജന്യമായിട്ട് മരുന്നും എല്ലാം കൊടുത്തുകൊണ്ട് അവിടെ ഒരു സുഗമമായ ഭരണം നടത്തി ആ ഭരണകൂടത്തിലെ യാതൊരു വിധത്തിലും നഷ്ടവുമില്ലാതെ ലാഭത്തിലോട്ട് അതിൻ്റെ ഖജനാവ് കൊണ്ടുവന്നൊരു ഭരണാധികാരി, സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭരണാധികാരി. ആ സുതാര്യത എന്നുള്ള വാക്ക് അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിയുടെ പേരുമായിട്ട് കൂട്ടിച്ചേർത്ത് നാളെ ലോകം അറിയപ്പെടുമെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നതിനേക്കാളും വ്യക്തമായിട്ട് RSS എന്ന സംഘടനയ്ക്കും BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്കും മോഡിക്കും അമിത്ഷായ്ക്കും അറിയാം. ആ പേര് സുതാര്യത എന്ന രാഷ്ട്രീയം മുമ്പോട്ട് വെച്ച വ്യക്തിയുടെ പേര് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പേരുമായിട്ട് ചേർത്ത് വായിക്കാൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗൂഢതന്ത്രം മാത്രമാണ് ഈ കേസ് എന്ന് പറയുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ വാക്കിനെ മാത്രം വിലക്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ സാമ്പത്തിക താല്പര്യങ്ങൾ അടക്കം പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഏതാണ്ട് 35 കോടിയോളം രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് BJPക്ക് സംഭാവന ചെയ്തു. അതിന് മാപ്പുസാക്ഷിയായതിന് പിന്നാലെ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരൊറ്റ വെളിപ്പെടുത്തലിന്റെ ബലത്തിൽ മാത്രമാണ് ED അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നിര ഒന്നാകെ പറയുന്നത്. അതിനൊപ്പം ഇന്ന് കോടതിയിൽ ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അല്ല, അവരത് കോടതിയിൽ ചൂണ്ടിക്കാണിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുമല്ലോ. അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ തന്നെ പുറത്തിറങ്ങി വരാമല്ലോ. പിന്നെ നമ്മൾ അതിനകത്ത് തുറന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആം ആദ്മി പാർട്ടിയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇവിടുത്തെ പ്രതിപക്ഷവും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത വിഷയത്തിൽ ഞാൻ 4-5 ബോണ്ട് നമ്പേഴ്സ് വായിക്കാം. 1 7563, 7565, 7561, 7559. ഈ പറയുന്ന അരബിന്ദോ ഫാർമ ലിമിറ്റഡിന്റെ കൊടുത്തിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടിന്റെ നമ്പേഴ്സാണ്. ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്. ഈ പറയുന്ന വ്യവസായികളാകുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭാവന കൊടുക്കുന്നേ. ആ സംഭാവന കൊടുക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ. മാധു, ഇവർ പറയുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവർ പറയുന്നതനുസരിച്ചിട്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് BJP മനഃപൂർവ്വമായിട്ടൊരു കേസ് ഫ്രെയിം ചെയ്തു എന്നുള്ളതാണ്. ആ കേസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാപ്പുസാക്ഷിയെ ക്രിയേറ്റ് ചെയ്തു എന്നാണ്. ഒരു മാപ്പുസാക്ഷിയെ BJPയുടെ രാഷ്ട്രീയ ബെനിഫിറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്താൽ അയാൾക്ക് അങ്ങോട്ട് കാശ് കൊടുക്കും, അയാളുടെ ഇങ്ങോട്ട് കാശ് മേടിക്കും. ഇതൊരു കോമൺ സെൻസിന്റെ ചോദ്യം മാത്രമാണ്. നിങ്ങളെ രക്ഷിക്കാം, നിങ്ങളെ മാപ്പുസാക്ഷിയാക്കാം എന്നുള്ള വാഗ്ദാനത്തിന്റെ പേരിലാണ് കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് കൈമാറ്റം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മാപ്പുസാക്ഷിയായി കഴിഞ്ഞാൽ ഒരാളെ കേസിൽ നിന്ന് വെറുതെ വിട്ടു എന്നാണ് അർത്ഥം. അയാൾ അപ്പോഴും കോടതിയുടേതായ മുമ്പിൽ ചെന്ന് നിൽക്കുകയും അയാൾ അവിടെ ട്രയൽ ഫേസ് ചെയ്യുകയും എല്ലാം ചെയ്യേണ്ടി വരും. ഓക്കെ, അയാൾക്ക് ചെറിയൊരു പരിഗണന കിട്ടുമായിരിക്കും. അതിന്റെ അപ്പുറത്തേക്ക് അതിനകത്ത് അയാളെ അക്യൂറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന അർത്ഥം. അന്വേഷണത്തിന്റെ വികസനത്തിൽ വളരെ ഈസിയായി ചെയ്യാൻ കഴിയും. അതൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊരു സ്ട്രോമാൻ ആർഗ്യുമെന്റ് ആണ്. ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇത് ഈ പറയുന്ന വ്യക്തിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് എത്രത്തോളം ആ കാര്യത്തെക്കുറിച്ച് അറിയുമെന്ന് എനിക്കറിയില്ല. തെലങ്കാനയിൽ BRSന്റെ മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുവിന്റെ മകളായിരുന്ന കവിത അറസ്റ്റ് ചെയ്യപ്പെടുന്ന കവിത ഈ കേസിലേക്ക് വരുന്ന ഇടത്ത് നിന്നാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. കവിത എങ്ങനെയാണ് ഈ കേസിലേക്ക് വരുന്നത്? കവിത ഈ കേസിലേക്ക് വരുന്നതിൻ്റെ കാരണം കവിതയുടെ ഓഡിറ്ററായിരുന്ന ബുച്ചി ബാബു ഒരു വസ്തു മേടിക്കുകയും ആ വസ്തു വില കുറച്ച് മേടിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്ന ആരോപണമുണ്ടാവുകയും അയാൾക്ക് എങ്ങനെയാണ് ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി വന്നത് എന്നുള്ള അന്വേഷണത്തിൽ പോവുകയും ചെയ്തപ്പോൾ അയാൾ കൺഫസ് ചെയ്യേണ്ടി വന്നതാണ് EDയോട്. ഇത്തരത്തിലൊരു ഡീല് ഡൽഹി ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് നടത്തിയിരുന്നു. അതിൽ നിന്ന് കിട്ടിയ പൈസ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വസ്തു മേടിച്ചതെന്ന്.
ഈ പറയുന്ന ബുച്ചി ബാബുവിൻ്റെ, പിന്നെ അതിനിടയ്ക്കാരനായിരുന്ന അരുൺ പിള്ള എന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഒരു മലയാളിയാണ്. ഇങ്ങനെ പലരെയും അവിടെ ചോദ്യം ചെയ്യുകയും ഇവരുടെ എല്ലാവരുടെയും ഫോൺ പിടിച്ചെടുക്കുകയും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിരിക്കുന്ന മെസ്സേജുകൾ മുഴുവൻ ഡീകോഡ് ചെയ്യുകയും ഇതിൽ നിന്നും കവിത കൃത്യമായിട്ട് ഇതിൽ നിന്ന് ഷെയർ മേടിച്ചിട്ടുണ്ട്, ഷെൽ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇഡിക്ക് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളായ കവിത അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളായ കവിത അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസിൻ്റെ ജിൻഡോ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. നിങ്ങളുടെ രേവന്ത് റെഡ്ഡി തന്നെയാണ് ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തെലങ്കാനയിൽ ഉന്നയിച്ചുകൊണ്ട് നടന്നത്. കവിത അതേ അഴിമതി കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പെട്ടെന്ന് കവിതയുടെ തന്നെ അപ്പുറത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാളും ഒക്കെ എങ്ങനെ വിശുദ്ധരായി എന്നുള്ള കാര്യം എനിക്കും അറിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം, തുടക്കത്തിൽ പറഞ്ഞു അഴിമതി ആരോപണം ആർക്കെതിരെ ഉണ്ടായാലും അന്വേഷിക്കപ്പെടണം. പക്ഷെ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം, അതിന്റെ വേഗം, അതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ, അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങ് കുറച്ചു മുമ്പ് പറഞ്ഞു സാധാരണ ജനങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവുന്നില്ല. നമ്മളെക്കാൾ നല്ല ധാരണയും നല്ല ബോധ്യവും രാഷ്ട്രീയവും ഒക്കെ ജനങ്ങൾക്കുണ്ടെന്ന് അവർക്ക് അത് ഞാൻ വിശദീകരിച്ചു തരാം. ഈ മാതൃഭൂമിയൊക്കെ തന്നെയാണല്ലോ ഇവിടെ ഇരുന്ന് 2 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ സർവേയിൽ പറഞ്ഞ 370 മുതൽ 400 സീറ്റ് വരെ BJPക്ക് കിട്ടും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് പ്രവചനം, അതായത് സർവേ നടത്തി പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ എല്ലാ സർവേയും പറയുന്നത് അത് തന്നെയാണ്. ഈവൻ ചിദംബരം വരെ പറയുന്നു അവർ ജയിക്കും, പിന്നെ എന്തിനാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കിടക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, BJP തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഇന്ത്യയിൽ ആർക്കും ഒരു സംശയവുമില്ല. ഈ അരവിന്ദ് കെജ്രിവാൾ പോലും കഴിഞ്ഞ തവണ അവിടെ 7 സീറ്റും മത്സരിക്കാൻ നിന്നയാളല്ല. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. 4 സീറ്റിലേക്ക് മാത്രം മത്സരിക്കുകയും 3 സീറ്റ് കോൺഗ്രസിന് കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തത് തോൽക്കും എന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് മാത്രമാണ്. അപ്പം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിട്ടോ BJPയെ സംബന്ധിച്ചിട്ടോ 7 സീറ്റിൽ മത്സരിക്കാൻ നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ട് ആ 7 സീറ്റും കൂടെ എടുത്തിട്ട് വേണ്ട രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ തന്നെ ആ 7 സീറ്റ് BJPക്ക് കിട്ടുന്നേ. പിന്നെ ശ്രീ അനിൽകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ കൊടകരയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കൊടകരയിലെ പോലീസ് എന്താണ് അനിൽകുമാർ FIR ഇട്ടിരിക്കുന്നത്? അത് കുഴൽപ്പണമാണെന്നാണോ അതോ ഹൈവേ റോബറിയുടെ കേസിലാണോ നിങ്ങൾ ഇട്ടിരിക്കുന്നത് FIR? അതും കൂടെ നിങ്ങളൊന്ന് പറയുന്നേ. കഴിഞ്ഞ ദിവസം പോലീസ് ആ കാര്യത്തിൽ ഈ പറയുന്ന പണം കണ്ടെടുത്തിട്ടില്ല എന്ന നിലപാട് വന്നപ്പോൾ പോലീസ് കൃത്യമായി ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അത് BJPക്ക് വേണ്ടി കൊണ്ടുവന്ന പണമാണ് എന്നതടക്കം പറഞ്ഞിട്ടുണ്ട് എന്ന് കേരളത്തിലെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നതടക്കം പറഞ്ഞിട്ടുണ്ട് എന്ന് പോലീസ് എന്താണ് പറഞ്ഞതെന്നാണല്ലോ അങ്ങ് ചോദിച്ചത്. അതുകൊണ്ട് പറഞ്ഞു കൊടകരയിലേക്ക് പോകേണ്ടതില്ല, കരുവന്നൂരിലേക്ക് എങ്ങനെ പോകാതിരിക്കണമോ അതുപോലെ തന്നെ കൊടകരയിലേക്ക് പോകേണ്ടതില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഡൈവേർട്ട് ചെയ്ത് പോകേണ്ട സ്ഥലങ്ങളൊക്കെ പോകേണ്ട വിഷയങ്ങളൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി അതിലേക്ക് മറുപടിയില്ല, അഭിപ്രായങ്ങളേ ഉള്ളൂ. ഞാൻ വരാം. ശ്രീ ജിൻഡോ ജോൺ, അങ്ങനെ നിങ്ങളുടെ രേവന്ത് റെഡ്ഡി ഉന്നയിച്ച ആരോപണങ്ങൾ കവിതയ്ക്കെതിരെ അത് പെട്ടെന്ന് ആവിയായി പോയോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ അഴിമതി അന്വേഷണത്തിനെതിരെയാണോ അതോ EDയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനെതിരെയാണോ നിലപാട് എന്നുള്ളതൊരു പ്രശ്നമാണ്. കരുവന്നൂരടക്കമുള്ള കാര്യങ്ങളിൽ, നമ്മുടെ കൊടകര അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ ചർച്ചകൾ പോകുന്നത് രാഷ്ട്രീയമായ ചില സമവാക്യങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്നതിനെ ദ്യോതിപ്പിച്ചുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്. നിങ്ങളുടെ ആരോപണം എങ്ങനെയാണ്? രേവന്ത് റെഡ്ഡി കവിതയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണം അരവിന്ദ് കെജ്രിവാളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് BJP ചോദിക്കുന്നത്. അല്ല മാധു, നമ്മളുടെ കോൺഗ്രസിൻ്റെ നിലപാട് ഇതിൽ അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ അതിൽ സർക്കാരോ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികൾ നിഷ്പക്ഷമായിട്ട് നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നതിന് നമുക്കൊരു തർക്കമില്ല, അതങ്ങനെ നടന്നോട്ടെ. പക്ഷേ ഈ EDയെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയിട്ട് പ്രത്യേക ആവേശത്തോടും അല്ലെങ്കിൽ പ്രത്യേക തിരക്കോടും കൂടി ആവേഗത്തോടും കൂടി അന്വേഷണം നടത്തുമ്പോൾ നമ്മൾ സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ അദാനിയുടെ ഷെൽ കമ്പനിയിലേക്ക് വന്നിരുന്ന 20,000-ഓളം വരുന്ന കോടികളെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സെബിയുടെ അന്വേഷണ റിപ്പോർട്ട് എവിടെ വരെ എത്തി? ഇനി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ SBIയോട് ഇന്ത്യയുടെ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും എത്ര വൈകി ഒച്ചിഴയുന്ന വേഗത്തിലാണ് അവർ റിപ്പോർട്ടുകൾ കൊടുക്കുന്നത്. അതിൻ്റെ 10,000 ഇരട്ടി സ്പീഡിൽ അവർ അരവിന്ദ് കെജ്രിവാളിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. എപ്പോഴോ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം. ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നത് അവർ ജയിക്കുമെന്ന് ആർക്കും സംശയമില്ലെന്ന്. ഞാൻ മനസ്സിലാക്കുന്ന BJP തോൽക്കുമെന്നുള്ള കാര്യത്തിൽ പൂർണ്ണ ഉറപ്പുള്ളത് BJPക്കാർക്കാണ്. അതുകൊണ്ടാണ് ഇത്ര മരണവെപ്രാളം എടുത്ത് ഇത്തരം പണികളൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെ പരിപാടികൾ ഇവർ ചെയ്തു. CAAയുടെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അത് കാര്യമായിട്ട് പിടിക്കപ്പെടുന്നില്ല, അതിന്മേൽ ആളുകൾ മുഴുവൻ കയറി കൊത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അടുത്ത പ്രശ്നമായിട്ട് വരിക അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഈ വേഗം ഇപ്പോൾ കരുവന്നൂർ
കരുവന്നൂരിനെ കുറിച്ച് പറയുമ്പോൾ അനിൽകുമാറിന് ബന്ധു, അല്ലെങ്കിൽ കൊടകരയെ കുറിച്ച് പറയുമ്പോൾ BJP യുടെ പ്രതിനിധിക്കും വിഷമമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കരുവന്നൂരിലെ പാവപ്പെട്ട സഖാക്കന്മാരുടെ പരാതിയുണ്ട്, മാപ്പ് സാക്ഷികളുടെ മൊഴിയൊന്നുമല്ല, സഖാക്കന്മാരുടെ മൊഴിയുണ്ട്, CPM മൊഴിയുണ്ട്. അവിടെ ഈ വേഗം കാണുന്നില്ലല്ലോ. അല്ല, ഞാൻ പോകുന്നില്ല, ഞാൻ വിഷയം മാറ്റുന്നില്ല. എൻ്റെ ആഗ്രഹം അനിൽകുമാർ ചെയ്തതുപോലെ ഈ വിഷയത്തിൻ്റെ മെറിറ്റ് മാറി നിൽക്കാതെ ഈ വിഷയം തന്നെ സംസാരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൊടകരയിലെ വിഷയവും അല്ലെങ്കിൽ കരുവന്നൂരിലെ വിഷയവും ഒക്കെ പ്രത്യേക താല്പര്യപ്രകാരം ഇവർ സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന, അത് മുഖ്യമന്ത്രിയുടെ CBI വക്കീൽ ഹാജരാക്കാത്ത ലാവ്ലിൻ കേസായിക്കോട്ടെ, ഗോൾഡ് സ്വർണ്ണക്കടത്ത് കേസായിക്കോട്ടെ, ലൈഫ് മിഷൻ കേസായിക്കോട്ടെ, ഇതൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ 2019 ഹർഷവർദ്ധൻ എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവ് BJP-യിൽ ചേർന്നതിന് ശേഷം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയോ? ED പേടിക്കാതെ കിടന്നുറങ്ങാൻ പറ്റിയെന്ന. മീനാക്ഷി ലേഖി എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയാണ് പാർലമെന്റിനകത്ത് പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാക്കന്മാരോട് പറഞ്ഞത്, നിങ്ങൾ അധികം സംസാരിച്ചാൽ നിങ്ങളുടെ വീടിന്റെ മുമ്പിലേക്ക് ED വരുമെന്ന്. അപ്പോൾ ED കേന്ദ്ര സർക്കാരിന്റെ BJP-യുടെ രാഷ്ട്രീയ ചട്ടുകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ED-യും ഇന്ത്യ മുന്നണിയും തമ്മിലാണ്. BJP-യുടെ പ്രതിനിധിക്ക് ഇന്ത്യ എന്ന് തികച്ചു പറയാൻ മടിയാണ്, ഇന്ത്യ എന്നാണ് പറയുന്നത്. ഞങ്ങൾ തികച്ചു പറയും, ഇന്ത്യ മുന്നണിയും ED-യും തമ്മിലുള്ള മത്സരത്തിൽ ഇന്ത്യ മുന്നണി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരും. ഒരു തർക്കവും വേണ്ട. ഇനി അവരുടെ മുന്നണിയുടെ പേര് അവർക്കല്ലേ നന്നായി പറയാൻ കഴിയും? ഇന്ത്യ അലയൻസ് ആണ്, ഇന്ത്യ മുന്നണി എന്നാണ്, അല്ലാണ്ട് ഇന്ത്യ അതെന്താ? അത് അല്ല, അവരുടെ മുന്നണിയാണ്. മുന്നണിയുടെ പേര് ഞങ്ങള് നിങ്ങളുടെ മുന്നണിയുടെ പേര് ഇണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ മുന്നണിയുടെ പേര് ഞങ്ങളെ NDA എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ പേര് എന്നാണ് പറയുന്നത്. ഞങ്ങൾ NDA എന്നാണെന്ന് പറയുന്നത്. ഞങ്ങൾ NDA എന്നാണെന്ന് പറയുന്നത്. ഞങ്ങൾ NDA എന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മുന്നണിയെ NDA എന്ന് വിളിക്കുന്നത് ഞങ്ങൾ ഇന്ത്യ എന്ന് വിളിച്ചാൽ നിങ്ങൾ സമ്മതിക്കോ? ഞങ്ങൾ ഇന്ത്യ എന്ന് വിളിച്ചാൽ സമ്മതിക്കോ? ഞങ്ങളുടെ മുന്നണിയുടെ പേര് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, നിങ്ങളല്ല തീരുമാനിക്കുന്നത്. നിങ്ങളുടെ മുന്നണിയുടെ പേര് ഇന്ത്യ എന്ന് ഞങ്ങൾ വിളിച്ചാൽ നിങ്ങൾ സമ്മതിക്കോ? ഇല്ലല്ലോ. അത് NDA എന്ന് ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ അതിന് ഇന്ത്യ എന്നല്ല ഞങ്ങൾ വിളിക്കുന്നത്. ആദ്യം നിങ്ങൾ ഇത്ര ഞങ്ങള് നിങ്ങളുടെ മുന്നണിയെ ഇന്ത്യ മുന്നണി എന്നല്ലല്ലോ പറഞ്ഞത്. അല്ലല്ലോ, ഞങ്ങളുടെ മുന്നണിയുടെ പേരിന്റെ മുന്നണിയുടെ പേര് പ്രഖ്യാപിക്കുകയാണ്, അത് ഇന്ത്യ എന്നാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു കാര്യം ചെയ്യുക, ഇന്ത്യ എന്ന് പറഞ്ഞ് അവരുടെ ആ സംവിധാനത്തെ അങ്ങ് വേറെ എന്തെങ്കിലും ഒന്ന് ഇന്ത്യ എന്ന് വിളിക്കുമെന്ന് പറയുമ്പോൾ പകരം വിളിക്കാനുള്ള ഒരു പേര് അങ്ങയുടെ കയ്യിൽ ഉണ്ടാവണമല്ലോ, അങ്ങയുടെ നിഘണ്ടുവിൽ വിളിച്ചോളൂ. ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ മാധു, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. എനിക്കൊരു ഒറ്റ മിനിറ്റ് മതി. ഞങ്ങളുടെ മുന്നണിയുടെ പേരിനെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു പേര് പറഞ്ഞപ്പോൾ പേര് മാറ്റാൻ നോക്കിയില്ലേ ഇവിടെ? അല്ല, മരിച്ചുപോയത് നിങ്ങൾ നേരത്തെ പോരാട്ടമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം പോരാട്ടം. അല്ല, നിതീഷ് കുമാർ നിങ്ങളുടെ കൂടെ വന്നപ്പോ മിടുക്കനായോ, മാന്യനായോ? നിതീഷ് കുമാർ നിങ്ങളുടെ മുന്നണിയിൽ വന്നപ്പോൾ മാന്യനായോ? നാരായണ റാണ വന്നപ്പോ, ഹിമന്ത ബിശ്വ ശർമ്മ വന്നപ്പോ മിടുക്കനായോ? നിങ്ങൾ പറയൂ. നിങ്ങൾ അഴിമതിക്കെതിരെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അരവിന്ദ് കേജ്രിവാളിനെതിരെ ഒരു വർഷം അറസ്റ്റ് ചെയ്ത് എന്തിന്റെ പേരിലാണ്? നിങ്ങൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്തിന്റെ പേരിലാണ്? അഴിമതിക്കെതിരെ പോരാട്ടത്തിന്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ഹിമന്ത ബിശ്വ ശർമ്മയെ അറസ്റ്റ് ചെയ്യണ്ടേ? നാരായണൻ റാണയെ അറസ്റ്റ് ചെയ്യണ്ടേ? പ്രഫുൽ പട്ടേലിനെ അറസ്റ്റ് ചെയ്യണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞ നേതാക്കന്മാരെ അരവിന്ദ് കേജ്രിവാളിനെ കുറിച്ചിട്ട് അരവിന്ദ് കേജ്രിവാളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇതേ കേസിൽ കോൺഗ്രസിന്റെ സമന്വയനായ നേതാക്കൾ ഡൽഹിയിൽ ഇത് വ്യക്തിപരമായ തർക്കമോ ആർക്കും കൂടുതൽ ശബ്ദമാർത്താമെന്ന മത്സരവുമല്ല. നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് ജനങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ്. രണ്ടുപേർ കൂടി ഇത്രയധികം ഒച്ചയെടുത്ത് സംസാരിച്ചാൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ എന്നോട് ഒരു ന്യായവും ചെയ്യാൻ കഴിയില്ല. ഇതൊരു മത്സരമല്ല, അഭിപ്രായ പ്രകടനത്തിനുള്ള വേദിയാണ്. അത് മനസ്സിലാക്കി പോയാൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി സൗകര്യമായിരിക്കും. ശ്രീ ജിൻഡോ, പെട്ടെന്ന് പൂർത്തിയാക്കണം.
ഞാൻ ഒറ്റ വാചകത്തിൽ പൂർത്തിയാക്കാം. ഞാൻ പറയുന്നത് ഇവിടെ കോൺഗ്രസ് എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഈ BJP പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതിയിൽ നിന്ന് ചുട്ട മറുപടി കിട്ടി. അതിനുശേഷം ഫാക്ട് ചെക്കുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിനെതിരെ കോടതിയിൽ നിന്ന് ചുട്ട മറുപടി കിട്ടി. കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയുടെ ബാങ്ക് അക്കൗണ്ട് പോലും മരവിപ്പിക്കുന്നത് എന്തിനാ? സീതാറാം കേസരിയുടെ കാലത്തുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ്. 10,000 രൂപ ഫൈൻ അടച്ചാൽ തീരാവുന്ന ഒരു വിഷയത്തിന് 200 ചില്ലാൻ കോടി രൂപ തടഞ്ഞു വെക്കുന്നു, അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാ? പ്രതിപക്ഷ കക്ഷികളെ അല്ല. ഞാൻ ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. നിങ്ങളുടെ മന്ത്രിമാര്, കേന്ദ്ര മന്ത്രിമാര് പാർലമെന്റിൽ പറയുന്ന പോലെ പറയല്ലേ? ഞങ്ങൾ പറയുന്നതും കൂടി കേൾക്കൂ. താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടോ എപ്പോഴെങ്കിലും? ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ അവസരത്തിൽ പറയുമ്പോൾ ഒന്ന് കേൾക്കാനുള്ള മര്യാദ കാണിക്കൂ. നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിലെടുത്ത വേഗത എന്തുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റിപ്പോർട്ടുകൾ സുപ്രീം കോടതി കൊടുക്കാൻ SBIക്ക് ഉണ്ടായില്ല? അല്ലെങ്കിൽ അദാനിയുടെ ഷെൽ കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന കോടിക്കണക്കിന് രൂപയെ കുറിച്ചിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് എന്തുകൊണ്ട് സെബി ഇതുവരെ ഹാജരാക്കുന്നില്ല? നിങ്ങൾ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിലല്ലേ? കൽക്കരി കുംഭകോണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? ശരി 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 ജിൻഡോ, ഞാൻ ഇടപെടുകയാണ്. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ അനിൽകുമാർ, ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 8:30 മണിയോടുകൂടി EDയുടെ ആളുകൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തുന്നു. അറസ്റ്റ് ഉണ്ടാകും എന്ന ഒരു കാര്യം വരുന്നു. അറസ്റ്റ് ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ ശ്രീ അനിൽകുമാർ, ഇന്ന് ശ്രീ അനിൽകുമാറും ഞാനും നമ്മുടെ ബഹുമാനപ്പെട്ട മറ്റു പാനലിസ്റ്റുകളും എല്ലാം ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന പൂർണ്ണ വിവരങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങളാണ്. ഈ പറയുന്ന ശരത് റെഡ്ഡിയുമായി ഒക്കെ ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വിഷയങ്ങളെ അപ്പാടെ ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണെങ്കിൽ അതിൽ വിജയിച്ചിരിക്കുന്നു. ആ സ്ട്രാറ്റജി വിജയിച്ചിരിക്കുന്നു. സ്ട്രാറ്റജി ഒന്നും വിജയിച്ചിട്ടില്ല. 400 സീറ്റിൽ BJPക്ക് ജയിക്കാൻ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്താൽ പോരെ? അവർ തന്നെയല്ലേ വരാൻ പോണേ. നീതിയൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ് നടപ്പാക്കിയേക്കാം. നരേന്ദ്രമോദിക്ക് ആ കോൺഫിഡൻസ് ഇല്ല. ഇന്ന് ഇന്ത്യ രാജ്യത്ത് BJP ജയിച്ചിടങ്ങളിലെല്ലാം അവർ മാക്സിമത്തിലാണ് നിൽക്കുന്നത്. ഇനി താഴേക്ക് ഗ്രാഫ് പോകുന്നുള്ളൂ. അതുകൊണ്ട് ഒരു അജണ്ടയും BJP ജയിപ്പിക്കാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ CPM നിലപാടെടുക്കുമ്പോൾ ഫ്രം ദി ഡേ 1 ഞങ്ങൾ എല്ലാ കാലത്തും ആം ആദ്മി പാർട്ടിയെ വേട്ടയാടാനുള്ള BJP സർക്കാരിൻ്റെ നീക്കത്തെ ഞങ്ങൾ തുടർച്ചയായി ചെറുത്തു പോന്നു. CPM ഒരു കാലത്തും ആം ആദ്മി പാർട്ടിക്കെതിരായ നിലപാട് സ്വീകരിച്ചില്ല. ഞാനിപ്പോൾ മാധുവിന് ഒരു കത്തയച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ കേസിൽ ആം ആദ്മി പാർട്ടിക്കെതിരായി കോൺഗ്രസ് പാർട്ടിയുടെ ഡൽഹിയിലെ PCC പ്രസിഡന്റ് കൊടുത്ത പരാതിയാണ്, പോലീസിൽ കൊടുത്ത പരാതിയാണ് അയച്ചു തന്നത്. BJPയുടെ കൂടെ നിന്ന് ആം ആദ്മി പാർട്ടിയെ വേട്ടയാടാൻ കോൺഗ്രസിൻ്റെ ദില്ലി ഘടകം എത്ര നീചമായ കാര്യങ്ങളാണ് ചെയ്തത്. ആ കോൺഗ്രസ്സുകാർ ഇന്ന് വന്ന് നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. മാധു പറഞ്ഞ ഇതിൻ്റെ പ്രധാനപ്പെട്ട കേസ് ഏത്? ഇലക്ട്രൽ ബോണ്ട്. DLF എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് റോബർട്ട് വദ്രയുമായി ബന്ധപ്പെട്ട കേസിൽപ്പെട്ടത്. 170 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കിട്ടി. റോബർട്ട് വദ്രയുടെ കേസ് ആവിയായിപ്പോയി. ഇത് കൂട്ടുകച്ചവടമാണ്. ആ കൂട്ടുകച്ചവടം നടത്തുന്ന ആളുകൾ ഇവിടെ വന്ന് സ്വർണ്ണക്കള്ളക്കടത്ത്, പിന്നെന്താ കൊടകര എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കരുവന്നൂർ. ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. കോൺഗ്രസ് പാർട്ടിക്ക് ഇക്കാര്യത്തിലുള്ള നിലപാട് മാറിയെങ്കിൽ സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ BJPക്കാരോട് ചോദിക്കുക, നിങ്ങളുടെ തട്ടിപ്പ് 10 കോടി രൂപ ലാഭമുള്ളൊരു കമ്പനിയിൽ നിന്ന് എങ്ങനെ 250 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കിട്ടുന്നത്? 10 കോടി രൂപ ലാഭമുള്ള കമ്പനി 250 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വാങ്ങണമെങ്കിൽ കള്ളപ്പണം ആ കമ്പനി വരണം. അതിനർത്ഥം ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി കമ്പനികളിൽ കള്ളപ്പണം കൊണ്ടുവന്നിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് സമാഹരിച്ചത്. അദാനിയുടെ കമ്പനികൾ ഹൈദരാബാദിൽ ഒരു ജനുവരി മാസത്തിലൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. അടുത്ത ജൂലൈ മാസമാകുമ്പോൾ അവർ പണം കൊടുക്കുന്നു, കോടികൾ. ഒരു കമ്പനി ഉണ്ടാക്കി 4 മാസം 5 മാസക്കാലം കഴിയുമ്പോൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്നതിന് അർത്ഥം എന്താണ്? അവർ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി ഗോവ തെരഞ്ഞെടുപ്പിൽ പണം ഉപയോഗിച്ചു. BJPക്കാർ കൊടകരയിൽ പണം ഉപയോഗിച്ചു. കൊടകരയിലെ പണത്തെക്കുറിച്ച് റോബറി ഇൻ ഹൈവേ ആണോ അതോ ED വരണമെന്നൊക്കെയാണ് BJPക്കാരുടെ സംശയം. ഞാൻ പറയുന്നത് കൊടകരയിൽ 1,37,00,000 രൂപ കണ്ടെത്തിയിട്ട് ഈ വിവരം കുറ്റപത്രത്തിൻ്റെ കോപ്പി സഹിതം കേരള പോലീസ് EDക്ക് കത്ത് കൊടുത്തു. ആ കേസ് ED അന്വേഷിക്കണമെന്ന് ഹൈക്കോടതിയിൽ റിട്ട് വന്നു. ഹൈക്കോടതി EDയോട് ചോദിച്ചു, നിങ്ങൾ കൊടകര കേസ് അന്വേഷിക്കുന്നുണ്ടോ? ഇതൊന്നും പുതിയ കാര്യമല്ല കേട്ടോ. പെട്ടെന്ന് BJPയുടെ പ്രതിനിധി വന്ന് ഞെട്ടണ്ട. EDക്ക് 1000 പേജുള്ള കുറ്റപത്ര സഹിതം തുക അങ്ങോട്ട് കൊടുത്തിരിക്കുക. എന്താ പിടിക്കാത്തത്? പൈസയും കൊണ്ട് നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് സുരേന്ദ്രൻ്റെ ശബ്ദത്തെ നമ്മൾ കേട്ടിട്ടില്ലേ? ആലപ്പുഴ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഒരു 25 ലക്ഷം രൂപ ആ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ പുണ്യപ്രവർത്തിക്കൊന്നുമല്ല കേട്ടോ.
25 ലക്ഷം രൂപ മുകളിൽ കൊണ്ട് കൊടുത്താൽ എനിക്കൊരു സ്ഥാനം അവിടെ കിട്ടും. നമ്മളിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. കള്ളപ്പണത്തിൻ്റെ കേന്ദ്രം BJP ആയി മാറി. അങ്ങനെ BJPക്ക് ഉത്തരവാദിത്വമുണ്ട്, കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങളൊരു കാര്യം ഇടതുപക്ഷം പറയുകയാണ്, ഞങ്ങളുടെ ആത്മവിശ്വാസം ഇതാണ്. ഒന്ന്, BJPക്കെതിരായി ഇന്ത്യ രാജ്യത്ത് ഫ്രം ദി ഡേ 1 ആം ആദ്മി പാർട്ടി ആവട്ടെ മറ്റേത് പ്രതിപക്ഷ പാർട്ടി ആവട്ടെ പാർട്ടിയെ നോക്കത്തില്ല. ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ BJPയുടെ അവസാന സമയമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ശ്രീ നവീൻ ജി നാദമണി, ഇപ്പോഴും തീരുമാനമായിട്ടില്ല. മറ്റൊരു ഹർജി കൂടി ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. EDയുടെ കസ്റ്റഡിയിൽ, EDയുടെ അറസ്റ്റിൽ ഒക്കെ പോകുന്ന ഈ പറയുന്ന അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട വലിയ നിയമപ്രക്രിയ നടക്കുന്നതിനിടയിൽ ഒരാൾ മുഖ്യമന്ത്രിയായി തുടരേണ്ടതില്ല. അതൊരു പൊതു താൽപര്യ ഹർജിയായി എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഫൈറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം? അല്ല, ഇതൊരു വേട്ടയാടലാണ്. വേട്ടയാടുന്നിടത്ത് ഫൈറ്റ് ചെയ്യുക തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം ശരത് ചന്ദ്ര റെഡ്ഡിയുടെ ആണെങ്കിലും മറ്റുമൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ നമ്മളൊരു കാര്യം ഇതിൽ കാണാം, ചില ഡേറ്റുകൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞു തന്നെ പോകണം. ഓഗസ്റ്റ് 2002 ആരംഭിച്ചതാണ് ഈ കേസ് എന്നുള്ളത്. ഒരു പ്രോസിക്യൂഷൻ കംപ്ലയിൻറ്റും 5 സബ്സിഡറി പ്രോസിക്യൂഷൻ കംപ്ലയിൻസും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിലൊന്നും അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല. പക്ഷേ 2003 ഒക്ടോബറിലാണ് അരവിന്ദ് കെജ്രിവാളിന് ആദ്യത്തെ സമൻസ് വരുന്നത്. പിന്നെ തുടർന്ന് ഇങ്ങോട്ടേക്ക് 9 സമൻസുകളാണ് വരുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ശരത് ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തി 2003 മെയ്യിലാണ് മാപ്പ് സാക്ഷിയാകുന്നത്. മെയ്യിൽ മാപ്പ് സാക്ഷിയാകും. 2003 നവംബറിൽ ഈ ശരത് ചന്ദ്ര റെഡ്ഡി പിന്നീട് 25 കോടി രൂപ BJPക്ക് കൊടുക്കുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ടായിട്ട്. ആ BJPക്ക് കൊടുക്കുന്നതിന് ഒരു ആഴ്ച മുമ്പാണ് അരവിന്ദ് കെജ്രിവാളിന് സമൻസ് വരുന്നത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് അവിടെ പറയുകയും ചെയ്യുന്നത്. ആ ഒരു വാക്കിൻ്റെ പുറത്ത് തന്നെയാണ് പോകുന്നത്. അവിടെ കൃത്യമായിട്ട് എങ്ങനെയാണ് നടക്കുന്നതെന്നും കൂടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അതായത് ആ ശരത് ചന്ദ്ര റെഡ്ഡിയെ രക്ഷിക്കാനായിട്ട് BJP മുമ്പോട്ട് വയ്ക്കുന്ന കണ്ടീഷൻ ഇതാണ്. ആദ്യം ഒരു 5 കോടി രൂപ തരിക, നിങ്ങളെ മാപ്പ് സാക്ഷിയാക്കാം. പിന്നീട് നിങ്ങളൊരു 25 കോടി തരിക, കേജ്രിവാളിൻ്റെ പേരും കൂടെ പറയുക, നിങ്ങൾക്ക് ജാമ്യം തരാൻ. ജാമ്യം കൊടുത്തോ? ശരത് ചന്ദ്ര റെഡ്ഡിക്ക് ബാക്ക് പെയിൻ ആണെന്ന് പറഞ്ഞ് ജാമ്യം കൊടുക്കുന്നു. ED അതിനെയൊന്നും എതിർക്കുന്നില്ല. പക്ഷേ മനീഷ് സിസോദിയ 1.5 വർഷമായിട്ട് കിടക്കുന്നുണ്ട്. ജാമ്യാപേക്ഷകളെ ഇവർ എതിർക്കുകയല്ലേ? ഈ PMLA കേസ് വെച്ച് ജാമ്യം കിട്ടുന്നതിൻ്റെ വ്യവസ്ഥകളൊക്കെ നമുക്കും അറിയാവുന്നതല്ലേ? മറ്റു കേസുകൾ കണക്കൊന്നും അല്ലല്ലോ. ഇതിൽ ഒരു കുറ്റവാളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് താൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിച്ച് നിരപരാധിയാന്ന് തെളിയിച്ച് വെളിയിൽ വരേണ്ടതെന്നുള്ളതാണ് PMLA കേസ് പറയുന്നത്. സാധാരണ കേസുകളിൽ കുറ്റവാളിയാന്ന് തെളിയിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തമെങ്കിൽ ഇവിടെ ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് നിരപരാധിയാന്ന് തെളിയിച്ച് റെഡ്ഡി എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാൾ. ഓക്കെ, ശ്രീ നവീജിയുടെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. അരവിന്ദ് കെജ്രിവാൾ റിമാൻഡിലേക്കാണോ അതോ ജാമ്യത്തിലേക്കാണോ എന്ന വിധി കാത്തിരിക്കുക തന്നെയാണ്. ജാമ്യം പ്രതിപക്ഷം വലിയ തോതിലുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത്. വേട്ടയാടലാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ ചേരി ആകെ അരവിന്ദ് കെജ്രിവാളിനൊപ്പം അണിനിരന്ന് പറയുകയും ചെയ്യുന്നത്. എന്തായാലും സുപ്രധാനമായ വിധി കാത്തിരിക്കുകയാണ് രാജ്യം. വളരെയധികം നന്ദി പാലസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.